എലപ്പുള്ളിയിലെ നിർദ്ദിഷ്ട മദ്യനിർമ്മാണശാലയ്ക്കെതിരായി നടത്തുന്ന നിയമപോരാട്ടം തുടരണമെന്ന് അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസ് സെക്രട്ടറി ജോർജ് സെബാസ്റ്റ്യൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എലപ്പുള്ളിയിലെ ഇബ്രൂവിനെ സംബന്ധിച്ച വിഷയം എന്നോട് പറഞ്ഞു. എലപ്പുള്ളിയിലെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ ബന്ധപ്പെടുത്തിയതും നിങ്ങളിൽപ്പെട്ട ആളുകളാണ്. പക്ഷെ കഴിഞ്ഞ ജനുവരി മുതൽ ഈ വിഷയവുമായി നിരന്തരം ബന്ധപ്പെടുകയും എലപ്പുള്ളിയിലെ ജനങ്ങളെ ആകെ എന്ന് പറയുന്നില്ലെങ്കിലും ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളുടെ വികാരം ഉൾക്കൊള്ളുന്നത് അവിടെ ഒരു വലിയ ജനകീയ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കുകയും കേരളത്തിലെ എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങളും അത് എല്ലാ വിഭാഗങ്ങളും ഹൈന്ദവ, ക്രൈസ്തവ, മുസ്ലിം വിഭാഗങ്ങളിലെ എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ, മദ്യവർജന പ്രസ്ഥാനത്തിലെ ആളുകൾ, സാമൂഹ്യ രംഗത്തെ നിരവധി പ്രമുഖർ ഇവരെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ടാണ് എലപ്പുള്ളി പോരാട്ട ജനകീയ സമിതിക്ക് രൂപം കൊടുത്തത്. പദ്ധതി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ജാഗ്രതയോടെ കാണണം. കോടതി വിധി ജനങ്ങളുടെ കൂട്ടായ നീക്കത്തിന്റെ വിജയമാണ്. ഫെബ്രുവരിയിൽ ആത്മീയ സാമൂഹ്യ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്ത ജനകീയ കൂട്ടായ്മയ്ക്ക് രൂപം നൽകി. സമരസമിതിയുടെ ചീഫ് കോർഡിനേറ്റർ സ്ഥാനത്തുനിന്ന് മാറുന്നതായി ജോർജ് സെബാസ്റ്റ്യൻ അറിയിച്ചു. അഡ്വക്കേറ്റ് പ്രകാശ്, സമിതി ഭാരവാഹികളായ കേശവദാസ്, ശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.